നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നായാട്ടിന് പോയാലോ? സിംഹരാജാവിന്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ കുറുക്കന് സൂത്രം പിടികിട്ടി. മഹാരാജാവിന് ഇപ്പോൾ പഴയ പോലെ ഒന്നും ഓടാൻ കഴിയുന്നില്ല, വയസ്സായി. ഓട്ടയ്ക്ക് വേട്ടയാടാൻ പോയാൽ മുയൽ കുഞ്ഞിനെ പോലും കിട്ടില്ല. അതാണ് ഈ സ്നേഹം. രാജാവല്ലേ, എതിർക്കാതിരിക്കുന്നതാണ് ബുദ്ധി. കുറുക്കൻ മനസ്സിൽ കരുതിയതിനു ശേഷം കുറുക്കൻ എല്ലാവരോടായി പറയുന്നു, ആവാമല്ലോ, നമ്മളെല്ലാവരും മാംസം കഴിക്കുന്നവരല്ലേ. സിംഹവും കടുവയും പുലിയും കുറുക്കനും ചെന്നായി ഒരുമിച്ച് നായാട്ടിനായി ഇറങ്ങി. ആദ്യം അവരുടെ വലയിൽപ്പെട്ടത് ഒരു മാൻകുഞ്ഞായിരുന്നു. പുലി പറഞ്ഞു, നല്ല ചന്തമുള്ള പുള്ളിമാൻ കൊമ്പുമുളച്ചു വരുന്നതേയുള്ളൂ, നല്ല രുചിയായിരിക്കും. എങ്ങനെയാണ് പങ്കുവയ്ക്കേണ്ടതെന്ന് വേട്ടക്കാർ തമ്മിൽ തർക്കിക്കുമ്പോഴാണ് മാൻ കുഞ്ഞിന്റെ കരച്ചിൽ. മാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ, എനിക്ക് വിശക്കുന്നു, വല്ലതും തിന്നാൻ തായോ. ഇത് കേട്ട് വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ സിംഹം പറയുന്നു, നീ ഞങ്ങളുടെ ഇരയാണ്. ഞങ്ങൾക്ക് വിശക്കുന്നത് കൊണ്ടാണ് നിന്നെ പിടിച്ചത്. അപ്പോൾ മാൻകുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ, സത്യമായിട്ടും എനിക്ക് വിശക്കുന്നുണ്ട്. മാൻകുഞ്ഞ് ശാഠ്യം പിടിച്ചു ഉറക്കെ കരഞ്ഞു. മാനിന്റെ കരച്ചിൽ സഹിക്കവയ്യാതെ സിംഹം പറഞ്ഞു, ശല്യമായല്ലോ, വിശക്കുന്ന ജന്തുവിനെ തിന്നാൽ നമ്മുടെ വിശപ്പ് മാറില്ല. ആരെങ്കിലും പോയി ഇതിനെ തിന്നാൻ വല്ലതും കൊണ്ടുവരൂ. കടുവയും ചെന്നായി ഓടിപ്പോയി തലേ ദിവസം തിന്നതിന്റെ ബാക്കി ചീഞ്ഞ ഇറച്ചിയുമായി തിരിച്ചു വന്നു. ഈ ഒന്നും ഞാൻ കഴിക്കില്ല, എന്റെ ഭക്ഷണം ഇതല്ല. എന്ന് പറഞ്ഞിട്ട് മാൻകുഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി. കുറുക്കൻ ഓടിച്ചെന്ന് കാട്ടുചോലയ്ക്കരികിലെ ഇളം പുല്ല് പറിച്ചു കൊണ്ടുവന്നു. പുല്ല് തിന്ന് തെളിവെള്ളം കുടിച്ച് മാൻകുഞ്ഞ് പിന്നെയും കരയാൻ തുടങ്ങി. ഓ, ഇതിനെ കൊണ്ട് തോട്ടല്ലോ, ഇനി എന്തിനാ കരയുന്നത്? മാൻകുഞ്ഞ് ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് എന്റെ അമ്മയെ കാണണം. കുറുക്കൻ പറഞ്ഞു, ഇനി ഇതിനെ തിന്നാം. കുറുക്കന്റെ വായിൽ വെള്ളമൂറി. അപ്പോൾ സിംഹം കുറുക്കനെ തറപ്പിച്ചു നോക്കി. എന്നിട്ട് കരയുന്ന മാൻകുഞ്ഞിനെ മണപ്പിച്ചു നോക്കി. അപ്പോൾ മാൻകുഞ്ഞ് സിംഹരാജനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. സിംഹരാജന്റെ മനസ്സിൽ സ്നേഹത്തിന്റെ നീരുറവ പൊടിഞ്ഞു. കടുവയും ചെന്നായയും പാറപ്പുറത്ത് നഖമുറച്ചു മുരണ്ടുകൊണ്ട് പരസ്പരം രഹസ്യം പറഞ്ഞു. സിംഹം ഓട്ടയ്ക്ക് തിന്നും, നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെയാക്കും. അപ്പോൾ സിംഹം പറഞ്ഞു, ഇവൾ കുഞ്ഞല്ലേ, നമുക്കിവളെ വളർത്താം. സിംഹം വാത്സല്യത്തോടെ മാൻ കുഞ്ഞിന്റെ പുറത്ത് തലോടി. സിംഹരാജനോട് മറുത്തു പറയാൻ ആർക്കും ധൈര്യം വന്നില്ല. മാൻകുഞ്ഞ് ആശ്വാസത്തോടെ സിംഹത്തിന്റെ കഴുത്തിലെ നീണ്ട രോമങ്ങൾക്കിടയിൽ മുഖം ചേർത്ത് കിടന്നു. മാൻകുഞ്ഞിന് അതിന്റെ അമ്മയെ ഓർമ്മ വന്നു.